ഹലോ, ഗുഡ് മോർണിംഗ്. ഒരുപാടായില്ലേ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ചെയ്തൊരു സംഭവത്തിൻ്റെ വീഡിയോ ആട്ടോ എടുത്തത്. ഇപ്പം മഴ തോർന്നിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ നീട്ട് വന്നപ്പോഴത്തേനും മുറ്റത്ത് ഫുള്ള് കുടംപുളിയുടെ കായ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കുടംപുളി മരം. ഞങ്ങളുടെ വീട്ടിലല്ല, കുട്ടിച്ചൻ്റെ വളപ്പത്തേന്. പക്ഷെ കായ്കൾ പ്രത്യേകാട്ടോ വീടല്. അപ്പോൾ പഴുത്തത് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നോക്കി, എന്ത് വലിപ്പമല്ലേ, എന്ത് ഭംഗിയുള്ള പെറ്റൽസാണ്. നല്ല നല്ല ഭംഗിയുള്ള ഒരു കായ. എൻ്റെ കയ്യിൻ്റെ ഫുൾ പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടോ, ഇത്ര തന്നെ വലിപ്പമുണ്ട് കേട്ടോ. ബാക്കിയുള്ള കായ്കളും ഒരുപാടെണ്ണം താഴെ വീണ് കിട്ടാറുണ്ട് രാവിലെ. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ കണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ നമുക്ക് ഇങ്ങനെ ചപ്പി കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു റംബൂട്ടാൻ്റെ ഒക്കെ ടേസ്റ്റ്, പക്ഷെ കടിക്കാൻ പറ്റില്ല. കടിച്ചു കഴിഞ്ഞാൽ പല്ലിൽ കറയാവും, ഒട്ടിപ്പം വരും. അപ്പം മതിലിൻ്റെ മുകളിൽ കയറിയാലാണ് എനിക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ബ്രാഞ്ചസ് ഒക്കെ പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ലൈറ്റ് പച്ച കളറോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പറിക്കാനായിട്ടില്ല. സോ പഴുത്തതൊക്കെ ഇങ്ങനെ തന്നെ കണ്ടോ അടിയിൽ കൂടെ വീണ് കിടക്കുന്നുണ്ട്. ഈ സൈഡിലും അതുപോലെ കുറച്ച് ബ്രാഞ്ച് താഴത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലും കണ്ടോ എത്ര വലിയ കായ്കളാണ് നോക്കിയേ. ഫുള്ള് എൻ്റെ കയ്യിൻ്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ, കൈപ്പത്തിയുടെ അത്ര വലിപ്പമുണ്ട്. പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറിക്കുകയാണ്. അല്ലാത്തതൊക്കെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ തന്നെ താഴത്തേക്ക് വീണ് കിട്ടലാണ് കേട്ടോ പതിവ്. പറക്കലില്ല, അങ്ങനെ താഴെ വീഴുന്നതാണ് നമ്മൾ എടുക്കൽ. സോ കണ്ടോ, ഫ്രഷ് ആയിട്ട് നല്ലൊരു ഫ്രൂട്ട് തന്നെ പറിച്ചിട്ടുണ്ട്. ഇത് ഭംഗിയല്ലേ കാണാൻ, നല്ല കളറും നല്ല വലിപ്പമുണ്ട്. അപ്പം നമുക്ക് ഇതിടാനൊരു ബക്കറ്റ് ആവശ്യമുണ്ട്. അപ്പം ഞാൻ നൈസായിട്ട് സ്ഥലത്ത് പോയിട്ട് ഒരു ബക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബക്കറ്റ് തികഞ്ഞില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മമ്മയും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരണ്ട് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം നിൽക്കാൻ. അപ്പോൾ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാത്തൊരു മനുഷ്യനാണ്. എന്ത് പണി ചെയ്ത് ഇങ്ങനെ എന്ത് പണി കണ്ടാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് പെറുക്കുന്നിട്ട് ആളും കൂടെ എൻ്റെ കൂടെ സഹായിക്കാൻ കൂടിയതാണ് കേട്ടോ. അപ്പം ഞാനും അച്ഛനും കൂടെ പെറുക്കിയിട്ട് ആ ഒരു ബക്കറ്റ് നിറയെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കായ രാവിലത്തേക്ക് വീണ്. മേമ ഡെയിലി ഇങ്ങനെ വന്നിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്ന് എടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, ഒന്ന് എടുത്ത് ഇങ്ങനെ പെറുക്കിടാൻ തോന്നിയത് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടു ആ ബക്കറ്റ് ഫുള്ളാക്കി. അപ്പം നോക്കിയപ്പോൾ ഇതാ കുട്ടിച്ചൻ്റെ തൊടിയിലും താഴത്തു കൂടെ കുറച്ചെണ്ണം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബക്കറ്റ് പൊന്തിച്ച് വെയിറ്റ് ഉണ്ടാവില്ലെന്ന്, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ടത് പൊക്കി എടുത്ത് അവിടെ തൊടിയത്തേൽ കുറച്ച് മണ്ണായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊടിയത്തൊക്കെ പറിച്ചു. ഇപ്പം നമ്മളിത് ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ഉണക്കിയതും സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ പഴുത്ത കായ്കളായിട്ട് ചിലവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയും തൂക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കാം. കുട്ടിയേച്ചൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടിയേച്ചനെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമുണ്ട്. കുറേയൊക്കെ കായ്കൾ കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇപ്പം കുറച്ചെണ്ണേ അതിൽ നിൽക്കുന്നുള്ളൂ. കണ്ടോ, ഈ മരം നോക്കിയാൽ ഞാൻ അടിയിൽ നിന്ന് വെറുതെ മുകളിലേക്ക് എടുത്തിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ. നല്ല ഹൈറ്റുള്ള മരമാണേ. ഫുള്ളിങ്ങനെ മഞ്ഞ പഴുത്ത കായ്കൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു രാവിലെ ഇതൊക്കെ കാണാം. അപ്പം ഞാൻ മേമയ്ക്ക് അത് അടുക്കള വശത്ത് കൊണ്ടുവച്ച് കൊടുത്തതാണ്. അപ്പോൾ അതാണ്ടോ, ഇത് കുട്ടിയേച്ചുണ്ടാക്കിയൊരു സെറ്റപ്പാണ്. ഒരു ഗ്രില്ല് കുട്ടിയേച്ചൻ തന്നെ വെൽഡ് ചെയ്തിട്ട് 3 ലെയറായിട്ട് വെച്ചിരിക്കുകയാണ് അടുപ്പിൻ്റെ മീതെ. കുറച്ച് മുകളിലത്തെ കായ്കളൊക്കെ ആയതൊക്കെ മുകളിലേക്ക് ഇട്ടിരിക്കുകയാണ്. അടിയത്തെ ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. അപ്പം നമ്മൾ കിട്ടുന്ന കായ്കളൊക്കെ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇങ്ങനെ ഉണക്കാൻ വെക്കുന്നത്. പിന്നെ അടുത്ത് ചോറ് മാത്രം വെക്കാനായിട്ട് എടുക്കല. അതുകൊണ്ട് പുകച്ച് ആ സംഭവം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള ഉണങ്ങിയത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.